ഓഫീസ് ബോസിന്റെ പ്രണയവും അസിസ്റ്റന്റിന്റെ വിരഹവും. രചന നീലമിഴികൾ. ബാംഗ്ലൂർ നഗരത്തിലെ തിരക്കിനിടയിലൂടെ ആര്യൻ നടന്നു. വലിയ കോർപ്പറേറ്റ് കെട്ടിടങ്ങളുടെ ചില്ലുഭിത്തികളിൽ അവന്റെ പ്രതിബിംബം മിന്നിമറഞ്ഞു. കാർഡിയാക് സെന്റർ നിർമ്മാണ രംഗത്തെ പ്രമുഖ കമ്പനിയായ ആർട്രിയം മെഡ്ടെക്സിന്റെ പുതിയ റീജിയണൽ ഡയറക്ടറായി ചുമതലയേൽക്കാൻ അവൻ എത്തിയിരിക്കുകയാണ്. 28 വയസ്സ്. അതിനുള്ളിൽ തന്നെ അവിശ്വസനീയമായ നേട്ടങ്ങൾ കൈവരിച്ച ഒരു യുവ എഞ്ചിനീയർ. ഓഫീസിലെ റിസപ്ഷനിൽ പേര് പറഞ്ഞ് കാത്തിരിക്കുമ്പോൾ കോൺഫറൻസ് റൂമിന്റെ വാതിൽ തുറന്നൊരു സ്ത്രീ ചിരിച്ചുകൊണ്ട് പുറത്തു വന്നു. ആ ചിരി, ആ രൂപം, നിമിഷ നേരം കൊണ്ട് ആര്യന്റെ ലോകം നിശ്ചലമായി. ജാനകി, ഗുഡ് ജോബ്, കീപ് ഇറ്റ് അപ്പ്. കൂടെ ഉണ്ടായിരുന്ന സീനിയർ മാനേജർ അവരോട് പറഞ്ഞു. അവൾ, അത് ജാനകിയായിരുന്നു. ആര്യന്റെ മനസ്സിൽ ഒരു കാലത്ത് സൂര്യനെ പോലെ കത്തി നിന്ന, പിന്നെ ഒരു കൊടുങ്കാറ്റിൽ അകന്നുപോയ അവന്റെ ജാനകി. വർഷങ്ങൾ 7 or 8 കഴിഞ്ഞിരിക്കുന്നു. ആര്യൻ അവൾ പ്രതീക്ഷിച്ചിരുന്നതേയില്ല. അവൾ തടിയുറഞ്ഞ് മുടി ഷിൻഡർ ചെയ്ത് ഔദ്യോഗികമായ ഒരു കോട്ട് ധരിച്ച് മുമ്പത്തേതിലും സുന്ദരിയായിരിക്കുന്നു. അവളുടെ കണ്ണുകൾ തിളങ്ങുന്നു, ആത്മവിശ്വാസം നിറഞ്ഞു നിൽക്കുന്നു. അവൾ ചിരിയോടെ റിസപ്ഷനിസ്റ്റോടെ എന്തോ പറഞ്ഞു തിരിഞ്ഞപ്പോൾ ആര്യനെ കണ്ടു. ആ നിമിഷം അവളുടെ ചിരി മാഞ്ഞു. കണ്ണുകൾ ചെറുതായി വിടർന്നു. ഒരു നിമിഷത്തേക്ക് ലോകം നിശബ്ദമായതുപോലെ. ആര്യൻ? അവളുടെ ചുണ്ടുകൾ മന്ത്രിച്ചു. ജാനകി? അവനും വിളിച്ചു. സീനിയർ മാനേജർ വന്ന് ആര്യനെ സ്വാഗതം ചെയ്തപ്പോഴാണ് ആ നിശബ്ദത ഭേദിക്കപ്പെട്ടത്. മിസ്റ്റർ ആര്യൻ, ഇതാണ് ഞങ്ങളുടെ ഏറ്റവും മികച്ച ടീം ലീഡ്, ജാനകി മേനോൻ. ഇനി നിങ്ങൾ ഇവിടെ ജോലി തുടങ്ങുമ്പോൾ നിങ്ങളുടെ ടീമിൽ ഇവരും ഉണ്ടാവും. അപ്പൊ ഞാൻ ഇവരുടെ ബോസാണോ? ആര്യനൊന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. അത് പരാജയപ്പെട്ടു. ജാനകിയുടെ മുഖത്ത് ഒരു തരം മരവിപ്പ് വളർന്നു. കണ്ടതിൽ സന്തോഷം മിസ്റ്റർ ആര്യൻ. എന്റെ ടീമിന്റെ മീറ്റിംഗ് കഴിഞ്ഞുടനെ വരാം, അവൾ വളരെ ഔദ്യോഗികമായി പറഞ്ഞു. ഒരു നിമിഷം പോലും അവിടെ നിൽക്കാതെ വേഗത്തിൽ നടന്നകന്നു. ആ കൂടിക്കാഴ്ച ആര്യന്റെ മനസ്സിൽ തീക്കനൽ പോലെ കിടന്നു. അവനും ജാനകിയും ഒരുമിച്ചുണ്ടായിരുന്ന കോളേജ് കാലം, പ്രണയം, സ്വപ്നങ്ങൾ എല്ലാം ആ കനലിൽ നീറി. ഇരുവരും കോഴിക്കോട് NIT ഒരേ ബാച്ചിൽ പഠിച്ചവരായിരുന്നു. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസിലെ മിടുക്കനായ ആര്യൻ, കമ്പ്യൂട്ടർ സയൻസിലെ കലാകാരിയായ ജാനകി. ക്യാമ്പസ് പ്രണയമായിരുന്നു അവർക്ക്. എല്ലാം നന്നായി പോകുമ്പോഴാണ് ഒരു ദുരന്തം പോലെ ആ പിരിയൽ സംഭവിച്ചത്. ആര്യന്റെ അച്ഛന് പെട്ടെന്നുണ്ടായ ഹൃദയാഘാതവും ബിസിനസ് തകർച്ചയും കാരണം അവൻ പഠനം നിർത്തി കുടുംബം നോക്കാൻ നിർബന്ധിതനായി. വിദേശത്ത് ഒരു ചെറിയ ജോലി കിട്ടിയപ്പോൾ അവൻ ജാനകിയോട് യാത്ര പറയാൻ ചെന്നു. എനിക്കിപ്പോ ഒരു ഭാവിയുമില്ല ജാനു, നിന്നെ എന്റെ കൂടെ കൂട്ടാൻ എനിക്ക് കഴിയില്ല. നിനക്ക് നല്ലൊരു ജോലി കിട്ടും. നിന്നെ ആ വെറുതെ എന്തിനാ ഈ ദുരിതത്തിലേക്ക് വലിച്ചിഴക്കുന്നത്? ആര്യൻ എന്തൊക്കെയായി പറയുന്നത്? എനിക്ക് നിന്നെ മതി, നമ്മൾ ഒന്നായിരിക്കും. ഞാൻ കാത്തിരിക്കും, ജാനകി കരഞ്ഞു പറഞ്ഞു. പാടില്ല ജാനകി, ഞാനിപ്പോ നിനക്കൊരു ബാധ്യതയാണ്. എന്നെ മറന്നേക്ക്. നിനക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവണം. നിന്റെ മുന്നോട്ടുള്ള വഴി ഞാനൊരു തടസ്സമാവില്ല. അന്ന് ആര്യൻ അവളെ നിർബന്ധിച്ച് പിരിഞ്ഞു. അത് അവന്റെ സ്നേഹമായിരുന്നു. പക്ഷെ ജാനകിക്ക് അതൊരു വഞ്ചനയായി തോന്നി. അവൾ ഒരുപാട് കരഞ്ഞു വിളിച്ചു. പക്ഷെ അവൻ ആ ബന്ധം പൂർണ്ണമായും അവസാനിപ്പിച്ചു. പുതിയ ജോലിയുടെ ആദ്യ ദിവസം ആര്യൻ ജാനകിയുടെ ടീമുമായി മീറ്റിംഗ് വിളിച്ചു. മീറ്റിംഗ് മുറിയിൽ ആര്യൻ ചെയർമാന്റെ കസേരയിലും തൊട്ടടുത്ത ടീം ലീഡ് എന്നതിൽ ജാനകിയും ഇരുന്നു. അവൾ എല്ലാ കാര്യങ്ങളും വളരെ പ്രൊഫഷണലായി കൈകാര്യം ചെയ്തു. ഒരു ചോദ്യം ചോദിക്കുമ്പോൾ പോലും അവളുടെ കണ്ണുകൾ ആര്യന്റെ കണ്ണുകളിൽ പതിഞ്ഞില്ല. യെസ് സർ, നോ സർ എന്നീ വാക്കുകൾ മാത്രമേ അവൾ ഉപയോഗിച്ചുള്ളൂ. ഈ അകലം ആര്യനെ വേദനിപ്പിച്ചു. ജാനകി, മീറ്റിംഗ് കഴിഞ്ഞ ശേഷം ആര്യൻ അവൾ വിളിച്ചു. യെസ് സർ. ഈ സാറ് വിളി ഒഴിവാക്കാമോ? കുറഞ്ഞ പക്ഷം ഈ സാറ് വിളിയെങ്കിലും ഒഴിവാക്കാമോ? എന്റെ പ്രൈവറ്റ് ക്യാബിൽ വെച്ചെങ്കിലും. ഇവിടെ നമ്മൾ പ്രൊഫഷണലാണ് മിസ്റ്റർ ആര്യൻ. താങ്കൾ എന്റെ മേലുദ്യോഗസ്ഥനും. പ്രൊഫഷണൽ മര്യാദ പാലിക്കുന്നില്ല എന്നാല്? അവളുടെ ശബ്ദത്തിൽ ഒരു തണുത്ത ഭാവം നിഴലിച്ചു. നിനക്കെന്നോട് ദേഷ്യമുണ്ടെന്ന് എനിക്കറിയാൻ ജാനകി. അന്ന് ഞാൻ നിന്റെ നല്ലതിനു വേണ്ടിയാണ്. നിർത്തു ആര്യൻ, അവൾ ആദ്യമായി ഉച്ചത്തിൽ സംസാരിച്ചു. എന്റെ നല്ല തീരുമാനിക്കാൻ ഞാൻ വളർന്നിട്ടുണ്ട്. നിങ്ങൾ കാരണമാണ് ഞാൻ ഇന്ന് ഞാനായത്. അന്ന് നിങ്ങൾ പോയപ്പോൾ കരഞ്ഞിരുന്ന ജാനകിയെ തീർത്തും ഇല്ലാതാക്കി. ഈ ജാനകിയെ ഞാൻ ഉണ്ടാക്കിയെടുത്തു. ഈ ജോലിയും വിജയവും എല്ലാം എന്റെ മാത്രം കഠിനാധ്വാനമാണ്. അന്ന് നിങ്ങൾ ഉപേക്ഷിച്ചു പോയൊരു പാവം കാമുകിയെ എനിക്കിവിടെ വേണ്ട. ഇനി ദയവായി നമുക്ക് ജോലിക്കാര്യങ്ങൾ മാത്രം സംസാരിക്കാം. അവൾ തീർത്തു പറഞ്ഞ വാക്കുകൾ ആര്യന്റെ ഹൃദയത്തിൽ തറച്ചു. എങ്കിലും അവർക്ക് ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടി വന്നു. ആർട്രിയം മെട്രിക്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രൊജക്ടിന്റെ ചുമതല ആര്യനായിരുന്നു. ജാനകിയുടെ ബുദ്ധിയും കഴിവും ആ പ്രൊജക്ടിന് അനിവാര്യമായിരുന്നു. രാത്രി ഏറെ വൈകിയ ഓഫീസ് മുറിയിൽ ഇരുവരും മാത്രം. ഒരു പ്രധാനപ്പെട്ട പ്രസന്റേഷൻ അവസാനം മിനുക്കുപണികൾ നടക്കുകയായിരുന്നു. ഈ സ്ലൈഡിൽ ലാസ്റ്റ് ഇയർ ഡാറ്റ കൂടി ചേർക്കുന്നല്ലേ നല്ലത്? ജാനകി ചോദിച്ചു. ഞാനത് ആലോചിക്കുകയായിരുന്നു. നിനക്കറിയോ ജാനകി, കോളേജിൽ ഞാൻ ഉണ്ടാക്കുന്ന എല്ലാ പ്രസന്റേഷനുകളും നീയായിരുന്നല്ലോ എഡിറ്റ് ചെയ്തിരുന്നത്. അന്നും നീയായിരുന്നു എന്റെ ബെസ്റ്റ് അസിസ്റ്റന്റ്, ആര്യൻ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. ജാനകി കമ്പ്യൂട്ടറിൽ നിന്ന് തല ഉയർത്തിയില്ല. അതൊരു പഴയ കഥയാണ് ആര്യൻ. ഇന്ന് നമ്മൾ കോർപ്പറേറ്റ് ലോകത്താണ്. ഇവിടെ ഇമോഷൻസിന് സ്ഥാനമില്ല. ആര്യൻ അവിടെ അടുത്തേക്ക് നടന്നു. സത്യം പറ ജാനകി, നിനക്കെന്നോട് ഒട്ടും സ്നേഹമില്ലേ? എന്റെ മനസ്സിൽ നീ ഇപ്പോഴും ജീവിക്കുന്നുണ്ട്. ജാനകി കണ്ണുകളടച്ച് ദീർഘമായി ശ്വാസം എടുത്തു. ഉണ്ടായിരുന്നു ആര്യൻ, ഒരുപാട്. പക്ഷെ എൻ്റെ ആര്യൻ എന്നെ ഉപേക്ഷിച്ചു പോയ ആ ദിവസം ഞാൻ എൻ്റെ ഹൃദയം പൂട്ടിവെച്ചു. ഇന്ന് ഞാൻ തുറന്നാൽ അതിനകത്ത് ആ പഴയ വേദന മാത്രമേ ഉണ്ടാവൂ. അത് പുറത്തു വന്ന് ഈ ഞാൻ പടുത്തുരുത്തെ കോട്ടയെ തീർക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അവൾ കസേരയിൽ നിന്ന് എഴുന്നേറ്റു. പ്രസന്റേഷൻ റെഡിയാണ്. ഗുഡ് നൈറ്റ് സർ. അവൾ പോവാനൊരുങ്ങി.
ജാനകി ഒരു നിമിഷം. ആര്യൻ അവൾ കൈകളിൽ പിടിച്ചു. ഞാൻ ചെയ്ത തെറ്റായിപ്പോയെന്ന് സമ്മതിക്കുന്നു. എന്റെ തീരുമാനം നിനക്ക് വേദന നൽകി. പക്ഷേ ഞാൻ നിന്നെ ഉപേക്ഷിച്ച് പോയതല്ല. എന്റെ സങ്കടങ്ങൾ നിന്റെ മേൽ അടിച്ചേൽപ്പിക്കാൻ ഞാൻ ആഗ്രഹിച്ചില്ല. അന്ന് എൻ്റെ അച്ഛന് സ്ട്രോക്ക് വന്ന് കിടക്കുമ്പോൾ എൻ്റെ കുടുംബം തകർന്നു പോയപ്പോൾ എനിക്ക് നിന്നെ പോലെ സുന്ദരമായൊരു സ്വപ്നം നൽകാൻ കഴിഞ്ഞില്ല. പക്ഷേ ഇന്ന് ഞാൻ എല്ലാം നേടി. നിന്നെ തിരിച്ചു പിടിക്കാൻ എനിക്ക് കഴിയുമെങ്കിൽ. ജാനകി അവൻ്റെ കൈപിടി വെച്ചു. അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ഞാനൊരു റിട്ടേൺ ഗിഫ്റ്റ് അല്ല ആര്യൻ. പണ്ടത്തെ പോലെ അത്ര നിഷ്കളങ്കയല്ല ഇന്നത്തെ ജാനകി. എങ്കിലും ആ കൂടിക്കാഴ്ച അവരുടെ ബന്ധത്തിൽ ഒരു വിള്ളലുണ്ടാക്കി. പതിയെ പതിയെ ആര്യൻ തന്റെ സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ടേയിരുന്നു. ഓഫീസിൽ ജാനകിയുടെ ബുദ്ധിമുട്ടുകൾ അവൻ മനസ്സിലാക്കി. അവൾ അറിയാതെ അവൾക്ക് സഹായങ്ങൾ ചെയ്തു. ജാനകിയുടെ പിറന്നാളിന് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് അവർ ഒരുമിച്ച് കേട്ട ഒരു പഴയ ഹിന്ദി പാട്ട് അവർ റെക്കോർഡ് ചെയ്ത് അവൾക്ക് അയച്ചു കൊടുത്തു. ഒരു ദിവസം കമ്പനിയുടെ ഒരു ഔദ്യോഗിക പരിപാടിക്ക് ഇരുവരും ഒരുമിച്ച് പോകുമ്പോൾ മഴ പെയ്തു. അന്ന് കോളേജിൽ ഇതുപോലെ മഴ പെയ്തപ്പോൾ എന്റെ കുടക്കീഴിൽ നമ്മൾ ഒരുമിച്ച് നടന്ന ഓർമ്മയുണ്ടോ? ആര്യൻ ചോദിച്ചു. ജാനകി ചിരിച്ചു. ആദ്യമായി ആ പഴയ ജാനകി പുറത്തു വന്നു. ഉണ്ട്. അന്നൊരു ദിവസം ഞാൻ കൊടെടുക്കാതെ വന്നപ്പോൾ മഴ തന്നെ ഞാൻ പനിച്ചപ്പോൾ ബൈക്കിൽ എന്നെ വീട്ടിൽ കൊണ്ടാക്കിയത് ഓർമ്മയുണ്ടോ? അന്ന് ഞാനൊരു മണ്ടനായിരുന്നു ജാനകി. നിന്നെ പിരിഞ്ഞപ്പോൾ നീ എന്നെ ഉപേക്ഷിച്ചു പോയെന്ന് ഞാൻ സ്വയം വിശ്വസിക്കാൻ ശ്രമിച്ചു. എനിക്കറിയായിരുന്നു ഞാൻ നിനക്ക് നല്ലൊരു ഭാവി നൽകില്ലെന്ന്. നിന്റെ സന്തോഷമായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. ആര്യൻ അവളെ ചേർത്ത് പിടിച്ചു. എനിക്ക് വേറെ സന്തോഷം വേണമായിരുന്നില്ല ആര്യൻ. അന്ന് എന്നോടൊന്ന് സത്യം പറഞ്ഞിരുന്നെങ്കിൽ നമ്മൾ ഒരുമിച്ച് ഈ ദുരിതങ്ങൾ നേരിടായിരുന്നില്ലേ? ജാനകി ആര്യൻ്റെ നെഞ്ചിൽ മുഖം ചേർത്ത് കരഞ്ഞു. സോറി ജാനകി, നിന്നെ വേദനിപ്പിച്ചതിന് മാപ്പ്. ഒരു നിമിഷം നമുക്ക് ഈ ലോകം ഒന്നായി കരുതാം. നീ എൻ്റെ ടീം ലീഡല്ല, ഞാൻ നിന്റെ ബോസും അല്ല. നീ എൻ്റെ ജാനു മാത്രമാ. എന്നെ സ്വീകരിക്കാമോ എൻ്റെ പ്രിയപ്പെട്ടവളെ? ജാനകി തല ഉയർത്തി കണ്ണുനീരിനിടയിലും ചിരിച്ചു. ഇപ്പോൾ നിങ്ങൾ എൻ്റെ ബോസാണ് മിസ്റ്റർ ആര്യൻ. പക്ഷെ എനിക്കിഷ്ടമുള്ള പോലെ എൻ്റെ ബോസിൻ്റെ കൂടെ യാത്ര ചെയ്യാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ടല്ലോ. അവർ പരസ്പരം പുണർന്നു. വർഷങ്ങളുടെ വേദനയും അകലവും ആ നിമിഷം ഇല്ലാതെയായി. അങ്ങനെ ആ പഴയ ക്യാമ്പസ് പ്രണയം 7 വർഷങ്ങൾക്കിപ്പുറം ഒരു കോർപ്പറേറ്റ് ഓഫീസിലെ ബോസിന്റെയും ടീം ലീഡിന്റെയും പ്രണയമായി വീണ്ടും പൂത്തുലഞ്ഞു. അവരുടെ പ്രൊഫഷണൽ ജീവിതത്തിൽ ഇരുവരും പരസ്പരം താങ്ങുന്തണലുമായി. ആര്യൻ അവളുടെ കഴിവിനെ പ്രോത്സാഹിപ്പിച്ചു. ജാനകി അവന്റെ ഏറ്റവും വിശ്വസ്തയായ കൂട്ടുകാരിയായി മാറി. ജോലിയോടുള്ള ആത്മാർത്ഥത പഴയ പ്രണയത്തെ കൂടുതൽ ശക്തിപ്പെടുത്തി. അവരുടെ വിജയം കമ്പനിയുടെ വിജയമായി മാറി. താമസിയാതെ അവർ വിവാഹിതരാവാൻ തീരുമാനിച്ചു. പ്രണയം അകന്നുപോയാലും സത്യമായിരുന്നെങ്കിൽ അതൊരു നാൾ മടങ്ങി വരും, ചിലപ്പോൾ ഒരു ബോസിന്റെ രൂപത്തിൽ പോലും. വിവാഹ നിശ്ചയം വളരെ ലളിതമായി ജാനകിയുടെ കുടുംബ വീട്ടിൽ വെച്ച് നടത്തി. റിംഗ് എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ ആര്യൻ പതിയെ ജാനകിയുടെ കാതിൽ പറഞ്ഞു, ഇനി നീ എൻ്റെ ബെസ്റ്റ് അസിസ്റ്റന്റ് മാത്രമല്ല, എൻ്റെ ജീവിതത്തിന്റെ റീജിയണൽ ഡയറക്ടർ കൂടിയാണ്. ജാനകി നാണത്തോടെ ചിരിച്ചു. പഴയ കാര്യങ്ങൾ ഓർത്ത്. വിവാഹത്തിനായി അവർ തെരഞ്ഞെടുത്തത് ഒരു അറേഞ്ച്ഡ് കം ലവ് മാരേജിന്റെ ശൈലിയായിരുന്നു. വീട്ടുകാർ തമ്മിൽ കാര്യമായ എതിർപ്പുകളൊന്നും ഉണ്ടായിരുന്നില്ല. ജാനകിയെ സന്തോഷിപ്പിക്കാൻ ആര്യൻ അവരാദ്യമായി കണ്ടുമുട്ടിയ കോളേജ് ക്യാമ്പസിനടുത്ത് വെച്ച് ഒരു ചെറിയ സംഗീത ഇവന്റ് നടത്തി. അന്ന് രാത്രി സംഗീതിനിടെ പഴയ കൂട്ടുകാർ ഒരുമിച്ച് കൂടിയപ്പോൾ ആര്യൻ എല്ലാവരോടുമായി പറഞ്ഞു, ഞാൻ ഇന്നിവിടെ എത്തി നിൽക്കുന്നതിന് ഒരൊറ്റ കാരണം മാത്രമേ ഉള്ളൂ. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഉപേക്ഷിച്ചു പോയെന്ന് കരുതിയപ്പോൾ തളരാതെ ഒറ്റക്ക് പൊരുതി ഈ നിലയിലെത്തിയ ജാനകിയ എന്റെ ശക്തി. അന്ന് ഞാനെടുത്ത തീരുമാനം തെറ്റായിരുന്നിരിക്കാം, പക്ഷെ എന്റെ ഹൃദയത്തിൽ ജാനകി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് എന്റെ ബോസ് എന്ന നിലയിലും എന്റെ ഭാര്യ എന്ന നിലയിലും അവൾ എപ്പോഴും എന്റെ വഴികാട്ടിയായിരിക്കും. ജാനകി നിറഞ്ഞ കണ്ണുകളോട് അവനെ നോക്കി. ആര്യന്റെ ആത്മാർത്ഥത അവരുടെ എല്ലാ പഴയ മുറിവുകളെയും ഉണക്കിയിരുന്നു. ബാംഗ്ലൂരിന്റെ തിരക്കിൽ നിന്ന് മാറി കേരളത്തിലെ ശാന്തമായ ഒരു കായലോര റിസോർട്ടിൽ വെച്ചായിരുന്നു അവരുടെ വിവാഹം. സൂര്യരശ്മി കായലിൽ തട്ടി തിളങ്ങുന്ന പ്രഭാതത്തിൽ കേരള തനിമയുള്ള വേഷത്തിൽ ജാനകി മണ്ഡപത്തിലേക്ക് വന്നു. ആര്യൻ അവളെ കാത്തു നിന്നു. മാലയിടുമ്പോൾ ജാനകി ചിരിച്ചുകൊണ്ട് പതിയെ ആര്യനോട് പറഞ്ഞു, ഇനി എനിക്കൊരു പുതിയ ബോസ് ഉണ്ടല്ലോ, എപ്പോഴും എന്നെ കെയർ ചെയ്യുന്നൊരു ബോസ്. ആര്യൻ അവളുടെ കഴുത്തിൽ താലി ചാർത്തി. അവരുടെ വിവാഹ ജീവിതം ഒരു പ്രൊജക്ട് മാനേജ്മെന്റ് പോലെ കൃത്യതയുള്ളതും എന്നാൽ പ്രണയം നിറഞ്ഞതുമായിരുന്നു. ഓഫീസ് കാര്യങ്ങളിൽ ജാനകി ആര്യനെ സഹായിച്ചു. വീട്ടുകാര്യങ്ങളിൽ ആര്യൻ ജാനകിയെ പിന്തുണച്ചു. അവർക്കറിയാമായിരുന്നു ജീവിതം ഒരു ടീം വർക്കാണെന്ന്. ഒരുപാട് വേദനകളിലൂടെ കടന്നുപോയെങ്കിലും അവരുടെ പ്രണയം അതിജീവിച്ചു. പഴയ തെറ്റിദ്ധാരണകളെ മായ്ച്ച് പുതിയൊരു ജീവിതം കെട്ടിപ്പടുക്കാൻ അവർ സാധിച്ചു. അവരുടെ വിജയം പ്രൊഫഷണൽ രംഗത്ത് മാത്രമല്ല, വ്യക്തിപരമായ ജീവിതത്തിലും തിളങ്ങി നിന്നു. ഏറെ വൈകി വന്ന ആ പ്രണയം ഏറ്റവും മനോഹരമായി അവരുടെ ജീവിതത്തെ പ്രകാശമാനമാക്കി.